ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടെലഗ്രാം ഉപയോഗിച്ചാണ് മിക്കവരും ഫയൽസുകൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രിക്ക് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ട്രിക്കാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ ടെലഗ്രാം ഉപയോഗിച്ച് ഫയൽസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലർ ടെലഗ്രാം പബ്ലിക് ബോട്ടൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഗൂഗിൾ ക്രോമിലൊക്കെ പോയി ഓരോ ഫയൽസ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെലഗ്രാമിൽ തന്നെയുള്ള ഫയൽ നമുക്ക് എങ്ങനെ അതിൽ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടിയിട്ട് ജനതാ ഗാരേജ് എന്ന് പറയുന്ന ഈ മൂവി ഫയൽ ഫസ്റ്റ് ഞാൻ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം. ഇപ്പം 100 KB/s ഒക്കെയാണ് മാക്സിമം കിട്ടുന്നുള്ളത്. 100 KB/s, മാക്സിമം ഒരു 150 KB/s ഒക്കെ കിട്ടുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് നോക്കാം, അതിൽ കൂടുതൽ MB/s കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം. ഓക്കെ, മാക്സിമം 150 KB/s ഒക്കെയാണ് കിട്ടുന്നത്. പിന്നെ നമുക്കിതിൽ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് സൂപ്പർ VPN എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പരസ്യം വരും. അത് നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം കണക്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ഓട്ടോ കണക്റ്റ് ആയിക്കോളും. അതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം അത് നേരെ ടെലഗ്രാമിൽ പോയിട്ട് ഇനി നമുക്ക് അതേ ഫയൽസ് തന്നെ വീണ്ടും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ടെലഗ്രാമിൽ വന്ന് പഴയ ജനതാ ഗാരേജ് എന്ന് പറയുന്ന ഫയൽ ഞാൻ വീണ്ടും ഡൗൺലോഡ് ചെയ്തിടുകയാണ്. ഞാൻ കുറച്ച് ഫയൽസ് കുറച്ച് നേരം ഡൗൺലോഡ് ചെയ്തിട്ടിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ഭാഗം ഡൗൺലോഡ് ആയിട്ടിരിക്കുന്നത് ഓൾറെഡി. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നോക്കിയാൽ അറിയാം 150 KB/s ആണ് മാക്സിമം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് 1 MB 1.7 MB വരെ മാക്സിമം കിട്ടുന്നുണ്ട്. പിന്നെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് ഇതിൽ കൂടുതലും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് 150 KB/s കിട്ടിക്കൊണ്ടിരുന്ന ഫയലാണ് 1 MB/s മുകളിൽ ഇപ്പോൾ സ്പീഡുണ്ട്. മാക്സിമം 1.7 വരെ എനിക്കിപ്പോൾ നെറ്റ് സ്പീഡ് കിട്ടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഓണിലാക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.